ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. മദർ മാർക്കറ്റായ അമേരിക്കയുടെ ചുവട് പിടിച്ച് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കനത്ത ഇടിവാണ് കണ്ടത്. ഇന്ന് എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 22,904 346 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 51,502 ക്ലോസ് ചെയ്തപ്പോൾ 95 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 5645 ക്ലോസ് ചെയ്തപ്പോൾ 1516 പോയിൻറ്റ്സിൻ്റെ കുറവാണ് വന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 580 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 15675 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 2.91%, 3.56% എന്നീ ലെവലിലാണ് ഇന്ന് ഇടിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 13.75 സെൻസെക്സ് ഇന്ന് 931 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 75,364 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഇന്ന് എബോവ് 1%, നിഫ്റ്റി 50 ഇന്ന് എബോവ് 1%-ഉമാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII FIIയും സെല്ലിംഗ് മോഡിലായിരുന്നു. DII 1720 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. എന്നാൽ FII ഇന്ന് 3484 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ചത്തെ DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച ടോട്ടൽ DII 5633 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 13,730 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇൻ ടോട്ടൽ. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബജാജ് ഫിനാൻസ് 1.69% റാലി നടത്തി. ടാറ്റ കൺസ്യൂമർ 1.59%, HDFC ബാങ്ക് 1.22%, അപ്പോളോ ഹോസ്പിറ്റൽ 0.95%, നെസ്ലെ ഇന്ത്യ 0.57%, ICIC ബാങ്ക് 0.41%, ഏഷ്യൻ പെയിൻറ്റ് 0.13% ആൻഡ് ആക്സിസ് ബാങ്ക് 0.02%-ൻ്റെ റാലിയാണ് നടത്തിയത്. എന്നാൽ ഇന്ന് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീൽ 8.43%-ൻ്റെ വലിയൊരു ഇടിവാണ് കണ്ടത്. ഹിൻഡൽകോ അതുപോലെ തന്നെ 8.07%-ൻ്റെ ഇടിവുണ്ടായി. ONGC 7.07%-ൻ്റെ ഇടിവുണ്ടായി. ടാറ്റ മോട്ടോഴ്സ് 5.94%, സിപ്ല 5.29%, L&T 4.7%, അദാനി പോർട്സ് 3.99%, സൺ ഫാർമ 3.67%, വിപ്രോ 3.67% ആൻഡ് ഇൻഡസ്ഇൻഡ് ബാങ്ക് 3.48%-ൻ്റെ ഇടിവാണിന്ന് കണ്ടത്. ഇതൊരു സ്റ്റോക്ക് ബൈ ഓർ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയാണ് മാത്രമാണ് ഈ ന്യൂസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിലിൽ നിഫ്റ്റി 22,604 സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 22,904 നിൽക്കുമ്പോൾ 1.33%-ൻ്റെ പ്രോഫിറ്റാണ് ഇതുവരെ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,904 നിൽക്കുമ്പോൾ 3.53%-ൻ്റെ ലോസിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മൺഡേ ഹോളിഡേ ആയിരുന്നു. ട്യൂസ്ഡേ 23,165 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,332 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 23,250 ക്ലോസ് ചെയ്തു. ആൻഡ് ടുഡേ 22,904 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 646 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 2,230 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി FMCG എന്നിവ ഒഴികെ എല്ലാ സെക്ടേഴ്സും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 2593 ക്ലോസ് ചെയ്തപ്പോൾ 570 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 32,308 ക്ലോസ് ചെയ്തപ്പോൾ 1250 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് കണ്ടത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 50 പോയിൻറ്റ്സ് ഉയർന്ന് 24,774 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 53,830 ക്ലോസ് ചെയ്തപ്പോൾ 23 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 13,426 ക്ലോസ് ചെയ്തപ്പോൾ 422 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 223 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 8231 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 1245 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 33511 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1488 ക്ലോസ് ചെയ്തപ്പോൾ 45 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ ഇന്ന് 8414 ക്ലോസ് ചെയ്തപ്പോൾ 590 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് 10,134 ക്ലോസ് ചെയ്തപ്പോൾ 398 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 2560 ക്ലോസ് ചെയ്തപ്പോൾ 863 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് കണ്ടത്. നിഫ്റ്റി PSU ബാങ്ക് 6266 ക്ലോസ് ചെയ്തപ്പോൾ 156 പോയിൻറ്റ്സിൻ്റെ കുറവ് കണ്ടു.
നിഫ്റ്റി റിയാലിറ്റി എന്ന് 823 ക്ലോസ് ചെയ്തപ്പോൾ 30 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് വരുന്ന തിങ്കളാഴ്ച കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ഓൾ.